ഹലോ ഗൈസ്, വെൽക്കം ടു അണ്ടാത്താസ് ബ്ലോഗ്. സുഖലാക്കലായിരിക്കും. ഇതില്ലേ ഇപ്പം രാവിലെ എത്ര മണി അറിയൂ? 5 മണി. എനിക്കിന്ന് NCC ഉണ്ട്, ഞായറാഴ്ച NCC ഉണ്ട്. പക്ഷേ ട്രാക്ക് ഇട്ട് പോയാൽ മതി, അതാണ് ലേറ്റ് ആയിട്ട് എണീച്ചത്. ബീച്ചിലേക്ക് എത്തണം. അപ്പം ഞാൻ വേഗം പോയി മാറ്റി വേഗം വരട്ടോ, വേറെ ഇറങ്ങട്ടെ. അവിടെ കേട്ടോ രണ്ടാള് വെറുതെ നിൽക്കുന്ന വ്യൂ കണ്ടിരിക്ക. രണ്ടാള് എനക്കും വിശക്കുണ്ട്, ഞാനൊന്നും കഴിച്ചില്ല. ബിരിയാണി രാവിലെ തന്നെ തരാൻ പറയും. ഓ, വന്നപ്പോ തന്നെ തുടങ്ങി ബിരിയാണി. ബിരിയാണിക്കായിട്ട് വന്നതാ. ഞായറാഴ്ച ബിരിയാണിക്കായിട്ട് ഇവിടെ എല്ലാവരും ഉണ്ട്. ഇവിടെതാ എന്താ പറയല്ലേ, ഇവിടെ ഞങ്ങളെ കൂട്ടാന്ന് ഇല്ല, ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ. നമ്മളിന്ന് ഇവിടെ വന്നിട്ടുള്ളത് എന്തോ ഒരു പരിപാടി. ഇതൊക്കെ കാണുന്ന ജൂനിയേഴ്സിന്റെ അവസ്ഥ എന്താ? ഞാൻ അനുരാധ സീനിയറിന്റെ ബ്ലോഗിൽ കൂടുതൽ വ്യൂസ് ഉണ്ടാവും. ഗ്രൂപ്പുകളിൽ സ്റ്റിക്കറായി വരും അനുരാധ സീനിയർ. ഞങ്ങൾ രാവിലത്തെ വന്ന് സ്റ്റാർബക്സ് എത്ര കോഫി കുടിച്ച്? വെരി അഫോർഡബിൾ ഇവിടെ നമുക്ക് വന്നപ്പോ തന്നെ വീടിന്റെ ഡ്യൂട്ടി. ഞാൻ ബാക്ക് തിരിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഇതിന്റെ മുന്നിലാണ് ഞങ്ങൾ പോവുകയാണ് ഗൈസ്. ഇവിടെ കുറെ പേര് നടന്നു വരുന്നുണ്ട്. നമ്മളിങ്ങനെ പോണം ചായ കുടിക്കാൻ. ഇവിടെ ബസ്സസ് നമുക്ക് വിശക്കുന്നുണ്ട്. ഒരാള് പേടിച്ചിട്ടാ ഹെൽമെറ്റ് സാറെടുത്തോ, ഒന്നൊന്നും ഇല്ലാതെ വരുന്നത്. അങ്ങനെ ഞങ്ങള് 2-3 റൗണ്ട് ഓടി. ഇവിടെ കുറച്ച് കുട്ടികളെ വെയിറ്റ് ചെയ്യണം. ഒരു ഇങ്ങനത്തെ ഇവിടെ ഒരു ടീമുണ്ട്. ഇവിടെ തൊട്ടി അതിന്റെ ബാക്കിന്റെ മുന്നിൽ ഇരിക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് വണ്ടിയിൽ കുറച്ച് ആൾക്കാരെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ കേട്ടോ ബിരിയാണി. ഇവിടെ ഇവിടെ ഒക്കെ ഉണ്ട്, മക്കള പാർട്ടീസ് ഒക്കെ ഉണ്ട്. അങ്ങനെ ആവണം ഗൈസ്. അങ്ങനെ ഞാൻ NCC കഴിഞ്ഞ് വീട്ടിലെത്തിട്ടോ. ഇപ്പൊ ഇതാ അമ്മല്ലേ ചക്കക്കറി ഉണ്ടാക്കുകയാണ്. ഞാൻ ഇതിന്റെ മുന്നത്തെ ഒരു വീഡിയോയില് സംഭവം കുറച്ചേ വെച്ചിരുന്നു, ഫ്രൈ ചെയ്യുന്നവരെ. അപ്പോൾ അതിന്റെ കണ്ടിന്യൂസ് ആയിട്ടാ. എന്താ പറയുക, ഞാൻ ലേറ്റായി വരുമ്പോഴത്തേക്ക് അപ്പം അമ്മയ്ക്ക് അതുവരെ മിക്സൊക്കെ ചെയ്ത് കുഴച്ച് ഫ്രൈ ചെയ്യാണ് ഇപ്പോൾ. അപ്പം അതിൻ്റെ ബാക്കി ഞാൻ കാണിച്ചു തന്നെ. ഞാൻ ഏതൊരു വീഡിയോയിൽ ഫ്രൈ ചെയ്യുന്നവരെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചക്ക കറി. ഓക്കെ, അപ്പം ഞാൻ കാണിച്ചത് ഫ്രൈ ചെയ്യാത്തതാ. ബോയിലിംഗ് ചക്ക ബോയിൽ ചെയ്തിട്ട് പിന്നെ കടലപ്പൊടി മസാലകളൊക്കെ ഇട്ടിട്ട് കൊഴിച്ച് കൊയ് കേരളത്ത് അങ്ങനെ പറയാ അറിയില്ല. കൊഴിച്ച് തന്നെ കൊഴിച്ചല്ലേ. അപ്പൊ അത് ഇപ്പൊ ഫ്രൈ ചെയ്യാം. ഫ്രൈ ചെയ്തിട്ട് മീൻ പിടിച്ച മാതിരി ഫ്രൈ ചെയ്തിട്ട് വെക്കാം. പിന്നെ മസാല റെഡിയാക്കാം. ഇതിലിട്ട റെഡിയാവും.
റെഡിയാക്കും. കഴിക്കാ. അത് 3 സെയിം ഇതുണ്ടാക്കാം. ഒരു ചക്കന് കറി, ഓ ഒരു ഉപ്പേരിയാവും, ഒരു സ്വയം ചക്കന് കറിയാവും. പിന്നെ അങ്ങനെ കൊപ്ത പറയാ ഇത്. കൊപ്ത. കട്ടഹറിന് കൊപ്ത ബിഹാരി. ഫ്രൈ ചെയ്യണം. ഫ്രൈ ചെയ്യാൻ തന്നെ നല്ല ടേസ്റ്റ് കഴിക്കാൻ. ഫ്രൈ ചെയ്തത് കഴിക്കാൻ നല്ല ടേസ്റ്റാ. ഒന്നും വിചാരിക്കില്ല. എന്താണ് കേട്ടോ, ഇതായി കഴിഞ്ഞിട്ടുണ്ട്. വൗ. ഇതാ സ്മെല്ല്. വാവ്. ഈ തണുത്തോട്ടെ എന്നിട്ട് കഴിക്കാം. എന്താ? ഓ കറി എപ്പത്തന്നെ റെഡിയാക്കാം അല്ലേ? ആ ഓയിൽ തന്നെ വറ്റൽമുളക് ഇട്ടു. നിങ്ങൾ വറ്റൽമുളകല്ലേ പറയാ? ഞങ്ങൾ എന്താ പറയുക? സുഖൽ മിർച്ചി. ഓ കുറച്ച് ജീരകം. ഓ അറിയാ? എനിക്ക് പിന്നെ ഹിന്ദി അറിയില്ലല്ലോ. അമ്മ ആണെങ്കിൽ ചെറുപ്പത്താണ് പറയണ്ടേ. വീട്ടിലുള്ള പിന്നെ അതാ ഉള്ളി. കട്ട വരുന്നുണ്ട്. ചെയ്തോ, എനിക്ക് പഠിക്കാനുണ്ടമ്മ. പോയിക്കോ. ആയില്ല. ഉള്ളിട്ട് ഇതിലേക്ക് ഉള്ളി കുറച്ച് വാട്ടിട്ട് മസാലകൾ. എന്ത് ചെയ്തിട്ട്? കുറച്ച് വാട്ടിട്ട്. അതന്നെ. പിന്നെ മസാലകൾ കൊടുക്കാന്നല്ല, ഇടുക. ആർക്കാ കൊടുക്കുന്ന? ചെട്ടിക്ക് കൊടുക്കാം. ഇതാട്ടോ അതിൽ അമ്മ മസാലകൾ ഇട്ടു. എന്തൊക്കെ മസാലയില്? ഇഞ്ചി, വെളുത്തുള്ളി. അതുള്ളൂ. ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ്. ഇതാട്ടോ ഇതിലേക്ക് കുറച്ച് എന്ത് പൊടി? മഞ്ഞപ്പൊടിയാണ് തമ്മ. എന്താ? മല്ലിപ്പൊടി. ഇതെന്താ? അമ്മ ഇന്ത്യയിൽ പറയുന്നു. ഉണക്കിപ്പൊടി. എന്താ? ഗരം മസാല. മതി. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് മസാല റെഡി ആയിട്ടില്ലേ? നിങ്ങളൊരു സാധനം ശ്രദ്ധിച്ചോ? അമ്മയില്ലേ എല്ലാം മസാല ഒക്കെ ഇട്ടിട്ടതില് എന്നിട്ടൊരു സാധനം ഇടാൻ മറന്നിട്ടോ. എന്താ അമ്മ? എന്നിട്ട് ഇപ്പോഴാണ് അമ്മ ഇട്ടതിൻ്റെ ഉപ്പ് വെച്ചിട്ട് സ്മെൽ വരുന്നില്ല. അപ്പൊ ഞാൻ വെച്ചിട്ട് കുഴപ്പമുണ്ട്.
എന്താ അപ്പല്ല ബിരിയാണി നോക്കി എന്തൊക്കെ ഇട്ടിട്ട് പിന്നെ നമുക്ക് ഇപ്പൊ നമുക്ക് തക്കാളി ഓക്കെ തക്കാളി ഇട്ടുണ്ട്. തക്കാളി നമുക്ക് അതിൽ റെഡി. വെള്ളം കുറച്ച് വെള്ളം ചപ്പാത്തിയിലൊക്കെ വെച്ചില്ല മക്കൾ ഇവിടെ കുറച്ച് വന്നേ വാ എനിക്ക് പേര് കേട്ടോത്തോണ് ഇവിടെ അവിടൊക്കെ ഇപ്പം പുറത്തേക്ക് വരാൻ തുടങ്ങിയിട്ട് നിങ്ങൾ ഇപ്പം നേരെ ബിസ്ക്കറ്റ് കഴിച്ചിട്ടുള്ളൂ. അതിൻ്റെ അമ്മ ഉണ്ടോ അവിടെ? താഴെ ഇട്ട് കൊടുക്കണ്ട അമ്മ, ഒരു പോളമ്മ വെച്ചെടുത്തേക്ക്. കാല് തിന്നും. കഴിച്ചോ? കഴിക്കണ്ടേ? ഇന്റെ കാലി കിട്ടൂല. പോ ഇന്റെ കാലി കിട്ടില്ല. പോ വേണ്ട, പാൽ കുടിക്കവിടെ, അതുകൊണ്ടാണ് വേണ്ടാത്ത ചപ്പാത്തി. ഇവിടെ കേട്ടോ. ഇതിട്ടെ മത്സ്യം കേട്ടോ. അതിൻ്റെ പച്ച മല്ലിച്ചപ്പ് സൂപ്പർ ടേസ്റ്റ്. എട്ടരയാ കഴിക്കാൻ ആരും ഉറങ്ങിയ രാവിലെ പണിയുണ്ട് നേരത്തെ. മെനക്കിക്കോ. എനിക്കില്ല, നമ്മ എല്ലാവർക്കും നോക്കാം എത്ര എണ്ണീച്ചാണെന്ന്. എനിക്ക് കൂട്ടിയില്ല. എന്താണ് അമ്മ ഇങ്ങനെ ഇപ്പം തന്നെ എന്നെ ഒഴിവാക്കി? ആയിക്കോട്ടെ. കണ്ടു, നാലീച്ച വെക്കുന്ന ഏട്ടനായി, അച്ഛനായി, ചെറിയ ഏട്ടനുമായി, കസിനായി, അമ്മയ്ക്ക് നാലിനെ. ഇപ്പം എന്താ എനിക്കെന്താ ഒന്നുള്ളൂ? എന്താണമ്മ? ആയിക്കോട്ടെ, ഞാൻ പോയി ഉറങ്ങട്ടെ. എനിക്കില്ലല്ലോ, ഞാൻ പോയി ഉറങ്ങട്ടെ. വൈകുന്നേരം കഴിച്ചിനി അത്ര കഴിക്കൂല കേട്ടാ, എല്ലാവരും വേണ്ട. എന്നാലും അമ്മ ഇന്നെ ഒഴിവാക്കിയല്ലോ എണ്ണുമ്പോ. ആയിക്കോട്ടെ, അതെന്നെ സാരില്ല. ഞാൻ പോയി ഉറങ്ങാം. ബൈ ബൈ, ഗുഡ് നൈറ്റ്. ഖതം ഹോ ഗയാ. വേണ്ട, റെഡി ആയിട്ടുണ്ടോ? ഓക്കെ, ഇനി ചപ്പാത്തി ഉണ്ടാക്കാൻ പോവാം. ഗൈസ്, നമ്മളെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചക്കക്കറി, പിന്നെ ചോറും ചപ്പാത്തിയും പരിപ്പും ഒക്കെ ഉണ്ട്. ഞാൻ കാണിച്ചു കേട്ടോ. ഇതാട്ടോ ചോറ്, ഇത് ഫ്രൈ ആക്കി കേട്ടോ ചോറ്. ഇവിടെ ചക്കക്കറി, ഇവിടെ അമ്പലത്തേക്ക് ചപ്പാത്തി, പരിപ്പ്. മമ്മ, അപ്പൊ ഞാൻ വേഗം കഴിച്ചിട്ട് വരെ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചക്കക്കറി. വാവ്. ഞാൻ കഴിച്ചിട്ട് വരെ. ഇതാട്ടോ ഗൈസ്, അമ്മ നിറച്ചും വെച്ചിട്ടുണ്ടോ അതില്. എന്താണമ്മ ഇത്ര എന്തിനാ ഇപ്പൊ കൊണ്ടുവന്നേ? പനി കഴിഞ്ഞ് ചോറ് കഴിഞ്ഞ് ഉപ്പ് കഴിഞ്ഞ് പാൽ ബാക്കി വെക്കാൻ 100 പാക്കറ്റ് ഉണ്ട്.
അങ്ങനെ ഇതാട്ടോ ഇവിടെ പാല് ഇല്ല അമ്മ. ഇവിടെ എൻ്റെ ടേബിൾ നന്നായിട്ട് വൃത്തികേടായിട്ടുണ്ടേ, എന്തൊക്കെയോ ഉണ്ട്. ഇത് ക്ലീൻ ചെയ്യണം. കുറേ ആയി ഞാൻ ക്ലീൻ ചെയ്തിട്ട് ടേബിൾ നിറഞ്ഞെടുക്കുക. പണി കഴിഞ്ഞ് എന്ത് ആ ഓക്കെ ഓക്കെ ഗോ ഗോ. അയ്യോ ഇനി ഇത് ഫുള്ളും കുറിച്ച് തീർക്കണം ദൈവമേ. ഫുഡോ കഴിച്ച് പോന്നിട്ടോ. ഇനി ഞാൻ ഞാൻ 2 ദിവസമായിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് സുഖമില്ല, സംഭവം നല്ല പനിയൊക്കെ, അപ്പം അതുകൊണ്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. സോറി ഗൈസ്. അപ്പോൾ ഇപ്പോഴും ചിലപ്പോൾ ബാക്ക് മാറി കേട്ടോ, എനിക്ക് പറയാൻ കഴിയില്ല, ചിലപ്പോൾ തൊണ്ടയൊക്കെ വേദന എടുക്കും. അങ്ങനെ പോയി ഉറങ്ങിയിട്ടുണ്ട്, നല്ല ഉറക്കുന്നുണ്ട് ഗൈസ്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്.